അവനാണ് നമ്മളെ പഠിപ്പിച്ചത്, അവനാണ് കള്ള് കുടിക്കാൻ പഠിപ്പിച്ചത്, കഞ്ചാവടിക്കാൻ പഠിപ്പിച്ചത്, വലിച്ചു നോക്കടാ എന്ന് പറഞ്ഞത്. പെങ്ങളെ, ആദ്യം അവള് നിന്നെ കൂട്ടു വിളിച്ചു കൊണ്ടുപോയി. നീ കാമുകനെ കാണാൻ പോയപ്പോ ഇവളെ കൂട്ട് വിളിച്ചു കൊണ്ടുപോയി. അവസാനം പോയി ഇപ്പൊ അവൾക്കും ആക്കി കൊടുത്തില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യുന്നവരാ. നിസ്കരിക്കുന്നവനും നോമ്പ് പിടിക്കുന്നവനും അള്ളയുണ്ടെന്ന് വിശ്വസിക്കുന്നവനും എടോ ഏത് വൃത്തികേടിന് വേണമെങ്കിലും കൂട്ടു നിൽക്കുമല്ലോ. കണ്ട ഏതെങ്കിലും ഒരു വാപ്പയും ഉമ്മയും കഷ്ടപ്പെട്ടു വളർത്തിയ പൊന്നുമോള് അടിച്ചോണ്ട് പോകാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന കൂട്ടുകാരുണ്ട്, ചെറുപ്പക്കാരുണ്ടല്ലോ. ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തിയ പാവപ്പെട്ട പെൺകുട്ടികള് വളയ്ക്കാ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് വിളിച്ചിറക്കിക്കൊണ്ട് വാടാ എന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കുന്ന ചെറുപ്പക്കാരാ, എങ്ങനാ നിനക്കിത് ചെയ്യാൻ കഴിയുക? ഏത് വൃത്തികേട് വേണമെങ്കിലും ചെയ്യുമല്ലോ. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാ ഇന്നത്തെ യുവതലമുറ പറയുന്ന മറുപാടി എന്റെ ഫ്രണ്ടാണല്ലോ, എന്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ എന്തും ചെയ്യുമല്ലോ. ചെറുപ്പക്കാരാ, കരയുമടാ മോനെ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ചിട്ട് യാ വൈലത്താ ലൈതനീ ലമ്മ തഖിദു ഫുലാനൻ ഖലീലാ, ഇവനുമായിട്ടുള്ള ബന്ധം നീ അവസാനിപ്പിച്ചോ, ഈ തെറ്റ് ചെയ്യുന്നവനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചോ, ഇല്ലെങ്കിൽ നാളെ കരയും പെങ്ങള്. അല്ലാഹുവിന്റെ കോടതിയിൽ കിടന്നു പറയുന്നു, യാ വൈലത്താ, എന്റെ നാശമേ, എന്റെ നാശമേ. എടാ, നിന്റെ കൂടെ കൂടാതിരുന്നെങ്കിലോ, നീയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാതിരുന്നിരുന്നെങ്കിലോ എത്രയോ നല്ലതായിരുന്നു, ഞാൻ രക്ഷപ്പെടുമായിരുന്നല്ലോ എന്ന് നാളെ പരലോകത്ത് കിടന്ന് പരസ്പരം ശപിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നല്ലവരുമായിട്ട് ബന്ധമുണ്ടാക്ക്, നല്ലവരുമായിട്ട് ബന്ധമുണ്ടാക്കൂ, നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കൂ. ഫ്രണ്ട്ഷിപ്പിന് വല്ലാത്ത സ്ഥാനമുണ്ടോ, നല്ല കൂട്ടുകാർക്ക് വല്ലാത്ത പ്രതിഫലമാണ്. ഞാൻ പറയുന്നത് സ്നേഹിക്കാനാ പറയുന്നത്, അധികാരത്തിന് വേണ്ടിയല്ല, എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്നേഹിക്കൂ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സ്നേഹിക്കൂ. അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചാൽ ചെറുപ്പക്കാരാ, നിസ്കരിക്കാൻ പള്ളിയിൽ കണ്ടില്ലല്ലോ, എന്തുകൊണ്ടാണ് നീ സുബഹിക്ക് വരാഞ്ഞത്? ഇന്ന് മഗ്‌രിബിന് നിന്നെ കണ്ടില്ലല്ലോ, എന്തുകൊണ്ട് വന്നില്ല എന്ന് തിരക്കുന്ന കൂട്ടുകാരനാകട്ടെ, പള്ളിയിൽ കാണാതെ വന്നാ പടച്ചവനെ, തിരക്കുന്നവനാകണം കൂട്ടുകാരന്. സിനിമയ്ക്ക് വിളിക്കുന്നവനോട് പറയണം, പാപമാ പാപമാ, അത് കാണാൻ പാടില്ലല്ലോ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ലല്ലോ. അവിടെ വെച്ചാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും ചെറുപ്പക്കാരാ? ഇതുപോലെ തെറ്റിൽ നിന്ന് പിരിച്ചു കൊണ്ടുവരുന്നവനാകണം കൂട്ടുകാരൻ. അതുകൊണ്ട് പറയുകയാ, സ്നേഹിക്കണേ, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണേ, നല്ല കൂട്ടുകാരാകണേ. അങ്ങനെ നല്ല കൂട്ടുകാരായ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർക്ക് പടച്ച റബ്ബ് തരുന്ന പ്രതിഫലം എന്താ? നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ, ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിൽ ചെമ്പിന്റെ തറയിൽ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുകയാ. ഇരിക്കുന്നവർ മുഴുവനും പറയുന്നത് വല്ലാത്ത ചൂടാണെന്ന, ശരീരം വിയർക്കുന്ന ഉസ്താദ്, വിയർപ്പ് തുള്ളികൾ ശരീരത്തിലൂടെ ഒഴുകുന്ന ഉസ്താദ്, സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കും നിങ്ങൾക്കും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യൻ അസ്തമിച്ചിട്ട് ഈ 10 മണി കഴിഞ്ഞിട്ടും നിനക്ക് ചൂടെടുക്കുകയാ. പെങ്ങളെ, ഇട്ടിരിക്കുന്ന വസ്ത്രത്തിനകത്തുകൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന ഉമ്മ,
നാളെ അല്ലാഹുവിന്റെ കോടതിയില് ഒരു ചാണ് മുകളിലാ, ഒരു ചാണ് മുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂര്യനെ താഴ്ത്തുന്ന ദിവസമാണ് മഹ്ശറ. അല്ലാഹുവേ, ചൂടുള്ള നാളുണ്ട്, കിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല ദങ്ങു ചെന്നാ കോള. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മഹ്ശറ. കാളയുടെ വായിൽ നിന്ന് പതയും നുരയും ഒഴുകുന്നത് പോലെ ജനങ്ങളുടെ വായിൽ നിന്ന് പതയും നുരയും ഒഴുകുന്ന ദിവസമാണ് മഹ്ശറ. പെങ്ങളെ, ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും നഗ്നരായിട്ട് അല്ലാഹുവിന്റെ കോടതിയില് ഞാനും നിങ്ങളും ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോ ഒരു ചാട് മുകളിൽ സൂര്യൻ നിൽക്കുന്ന ദിവസമുണ്ടല്ലോ, അന്ന് ഒരേ ഒരു തണലേ ഉള്ളൂ, ഒരേ ഒരു തണലേ ഉള്ളൂ. അത് എവിടെയാണെന്നറിയുമോ? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ എന്നെയും നിന്നെയും പടച്ച അള്ളയുണ്ടല്ലോ. ആ അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെയാ, അല്ലാഹുവിന്റെ അർശിന്റെ താഴെയാണ് ഒരു സ്ഥാനമുള്ളത്. അവിടെ മാത്രമേ തണലുള്ളൂ, അവിടെ മാത്രമേ തണലുള്ളൂ. പടച്ചവനെ, അങ്ങനെ അല്ലാഹുവിന്റെ അർശിന്റെ താഴെ മാത്രമേ തണലുള്ളൂ. ആ തണലല്ലാതെ വേറെ ഒരു തണലുമില്ലാത്ത മസ്സറയുണ്ടല്ലോ. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്, അവിടെ നിന്ന് വിളിക്കുകയാ. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലി, അല്ലാഹുവിന്റെ അർശിന്റെ താഴെ ഒഴുക്കിയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടോ, അവിടെ കസേരയുണ്ടോ, അവിടെ അതായിരിക്കാനുള്ള ചെയറുകളുണ്ട്. അല്ലാഹു 7 വിഭാഗം വിവിഐപികളെ വിളിക്കുകയാ. 7 വിഭാഗം വിവിഐപികള് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്. നിങ്ങൾ വെയിൽ കൊള്ളേണ്ടവരല്ല, നിന്ന് പ്രയാസപ്പെടേണ്ടവരല്ല. ഇന്ന് നിങ്ങൾ വിവിഐപികളാണ്, ഇന്ന് നിങ്ങൾ വിവിഐപികളാണ്. അല്ലാഹു വിളിക്കുകയാണ്, അല്ലാഹുവിന്റെ അർശിന്റെ താഴെയുള്ള സ്റ്റേജിലിരിക്കാൻ 7 വിഭാഗത്തെയാണ് അല്ല വിളിക്കുന്നത്. ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച കൂട്ടുകാരാ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച പെങ്ങള്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച നാളെ അർശിന്റെ താഴെ അല്ലാഹു അവർക്ക് സ്ഥാനം കൊടുക്കുമെന്ന് നബി തങ്ങൾ പറയുമ്പോ